ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. പ്രതിപക്ഷ പ്രതിഷേധത്തിനെതിരെ ഇന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും രംഗത്തെത്തി. കേരള സദസ്സിന്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള നൂറുകണക്കിന് ബോർഡുകളും ബാനറുകളും എല്ലാം പരസ്യമായാണല്ലോ തകർക്കുന്ന നിലയെടുത്തത്. സാധാരണഗതിയിൽ നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന് തന്നെ ചേരാത്തൊരു നടപടിയാണ്. ഒരു സാമൂഹ്യ വിരുദ്ധ മനോഭാവത്തോടെയാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത്. കോൺഗ്രസ്സുകാരായ സാധാരണ ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അതാണ് ഈ കുറ്റവിചാരണ സദസ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ശുഷ്കിച്ചു പോകാൻ പ്രവർത്തകരായി മാറിയിരിക്കുന്നു. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് കടലാസ് പോലും ചുരുട്ടിയെറിയത് നേരത്തെ പറഞ്ഞത് മാറ്റി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മാറ്റി എന്താ അദ്ദേഹം കൊടുത്തത്? ഇരുമ്പ് പൊടി, മുളക് പൊടി, ഇരുമ്പ് ഗോലികൾ. അപ്പൊ ഇവര് എവിടേക്കാണ് ഇവര് കേരളത്തെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? എന്നാൽ കേരളീയ സമൂഹം ഇവരെ വളരെ വേഗത്തിൽ തിരിച്ചറിഞ്ഞു. ഇപ്പൊ അവരുടെ കുറ്റവിചാരണ സദസ്സുകൾ സ്വാഭാവിക മരണത്തിലേക്ക് പോയി. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയെന്ന് ഇന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് ആവർത്തിച്ച് K മുരളീധരൻ വീണ്ടും രംഗത്തെത്തി. മുഖ്യമന്ത്രി പറഞ്ഞത് നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിന് അലർജിയാണെന്നാണ്. അത് ശരിയാണ്. പ്രതിപക്ഷത്തിനല്ല, കേരളത്തിലെ ജനങ്ങൾക്കാണ് അലർജിയായത്. ഇവർ വ്യാപകമായ അക്രമങ്ങളാണ്. ഇന്നലെ ആറ്റിങ്ങൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിന്റെ വീട് ആക്രമിച്ചു, സ്ത്രീകളെ ആക്രമിച്ചു. ഇതാണ് പിണറായി വിജയന്റെ കാലത്ത് നടക്കുന്ന അതിക്രമം. മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതിയാവേണ്ടത്. മുഖ്യമന്ത്രിയാണ് കലാപത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എന്നെ ചീത്ത വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മന്ത്രിമാരെ കൊണ്ടും വലിയ പോകുന്ന ആളുകളെ കൊണ്ടും. പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് ഭിക്ഷയെടുത്ത് പ്രതിഷേധിച്ച മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഹർജിയിൽ മറുപടി നൽകാൻ സർക്കാർ സാവകാശം തേടി. കേസ് ഇന്ന് തന്നെ വീണ്ടും പരിഗണിക്കും. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്ന സർക്കാർ നിലപാട് നിർഭാഗ്യകരമെന്ന് കോടതി പരാമർശിക്കുകയും ചെയ്തു. S. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകുന്നത് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഹർജി വീണ്ടും പരിഗണിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. സർക്കാർ ഒരു മറുപടി നൽകുമോ? എപ്പോൾ പെൻഷൻ നൽകാൻ കഴിയും? അതാണല്ലോ കോടതി ആവർത്തിച്ച് ചോദിക്കുന്നത്. അതിലൊരു വിശദീകരണം നൽകാൻ സർക്കാരിന് കഴിയുമോ ഇന്നും? ഇന്നലത്തെ ചോദ്യം അതേപടി നിലനിൽക്കുകയാണ്. അതേ ചോദ്യം ഇന്ന് കോടതി വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. എപ്പോൾ പെൻഷൻ നൽകാനാകും? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കോടതിക്ക് വേണ്ടത്. ഇന്ന് ക്രിസ്മസ് അവധിക്ക് വേണ്ടി കോടതി അവസാനിക്കുകയാണ്. ക്രിസ്മസ് അവധിയിലേക്ക് പോകും. ഇന്ന് കോടതി അടയ്ക്കും. അതിനു മുൻപ് ഈ കേസിൽ ഒരു ഇടക്കാല ഉത്തരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഇടക്കാല ഉത്തരവിലേക്ക് പോകാൻ കോടതിക്ക് അറിയേണ്ട കാര്യം ഇതെപ്പോൾ കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് മാത്രമാണ്. അത് ഉച്ചയ്ക്ക് ഒരുപക്ഷെ സർക്കാർ അറിയിച്ചേക്കും. 1:45 കേസ് പരിഗണിക്കുന്നുണ്ട്. ഇന്ന് ഈ കേസെടുത്തപ്പോൾ സർക്കാർ ഇന്നലത്തേതിൽ നിന്നും ഒരു പടി കൂടി കടന്ന് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ ഹർജി എന്ന് പറയുകയുണ്ടായി. 78 വയസ്സുള്ള ഈ അടിമാലി സ്വദേശി മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് സർക്കാരിന്റെ വാദം. ശേഷം സർക്കാർ പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധിയാണ്, ഫണ്ടില്ല എന്നുള്ളതും. ഇതിനെതിരെ അതിരൂക്ഷ വിമർശനം കോടതി നടത്തി. ഈ വന്ന ഹർജി അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സർക്കാർ പറഞ്ഞത് നിർഭാഗ്യകരം എന്നാണ് കോടതി പറഞ്ഞത്. മറിയക്കുട്ടിക്ക് എപ്പോൾ പെൻഷൻ നൽകും എന്ന് അറിഞ്ഞേ തീരൂ എന്ന് കോടതി ഇന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. 1:45 അറിയാം സർക്കാരിന്റെ നിലപാട് എന്താകും എന്നുള്ളത്. കേന്ദ്ര സർക്കാരും വിശദീകരണം നൽകിയേക്കും. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഹർജി എന്ന സർക്കാർ നിലപാട് അത് നിർഭാഗ്യകരമെന്നാണ് കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടിയത്. എപ്പോൾ പെൻഷൻ നൽകാൻ കഴിയുമെന്നതിൽ ഇന്ന് തന്നെ ഒരു വിശദീകരണം നൽകണം എന്ന നിലപാടിൽ കോടതി ഉറച്ചു നിൽക്കുന്നു. 1:45 വീണ്ടും ഹർജി പരിഗണിക്കും. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ സപ്ലൈകോയുടെ ക്രിസ്മസ് ചന്ത ഉദ്ഘാടനം ചെയ്യാനെത്തിയ മേയറും MLAയും ഉൽപ്പന്നങ്ങളില്ലാത്തതിനെ തുടർന്ന് മടങ്ങി. സബ്സിഡി ഉൽപ്പന്നങ്ങളില്ലാതെ ചന്ത തുറക്കുന്നതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. നവകേരള സദസ്സിൽ 5 സ്റ്റാർ ഭക്ഷണവും പാവങ്ങൾക്ക് പട്ടിണിയും എന്നതാണ് സർക്കാർ നയമെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. രാവിലെ 7 മണി മുതൽ ആളുകൾ ടോക്കൺ വാങ്ങിച്ച് സാധനങ്ങൾ, സബ്സിഡി സാധനങ്ങൾ വാങ്ങിക്കാൻ നിൽക്കുകയാണ്. കിട്ടിയത് ആകെ അരി മാത്രമാണ്, വേറെ ഒരു സാധനം ഇല്ല. നവകേരള സദസ്സിൽ 5 സ്റ്റാർ ഭക്ഷണമാണ് കൊടുത്തത്. പാവങ്ങൾക്ക് സബ്സിഡി സാധനം പോലും ഈ ക്രിസ്മസ് കാലത്ത്, ഈ ഫെസ്റ്റിവൽ സീസണിൽ കൊടുക്കാൻ പറ്റാത്ത ഗവൺമെന്റാണ് ഈ ആർഭാട സദസ്സ് നടത്തുന്നത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. MLAയും മേയറും ഉദ്ഘാടനം ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു.
അതിനുശേഷം വലിയ പ്രതികരണം മേയറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. സർക്കാരിനെതിരെയാണ് ആ വിമർശനമെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, ആ മേയറെ പോലും അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് ഈ ജനരോക്ഷം തന്നെയാണ്. സാധാരണ ഈ ഓണക്കാലത്ത് ഇത്തരം ഒരു വിഷയമുണ്ടായ സമയത്ത് നമ്മുടെ ഈ ആളുകളുടെ പ്രതികരണം എടുക്കാൻ ഇതേ സപ്ലൈകോ മാർക്കറ്റിന് സമീപമെല്ലാം പോയതാണ്. അന്ന് പോലും സർക്കാരിനെതിരെ ഉയരാത്ത തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ, അതായത് നമ്മൾ ആരോട് പ്രതികരണം തേടിയാലും അവരെല്ലാവരും ഒരേ സ്വരത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് ഇന്ന് തൃശ്ശൂരിലെ വടക്കേ സ്റ്റാൻഡിലെ സപ്ലൈകോ ചന്തയിൽ നമുക്ക് കാണാനായത്. കാരണം 13 സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിൽ 3 എണ്ണം മാത്രമാണ് ഉണ്ടായിരുന്നത്. ചെറുപയറും അതുപോലെ തന്നെ മല്ലിയും വെളിച്ചെണ്ണയും അരിയും മാത്രമാണ്. പക്ഷേ മറ്റു ഉൽപ്പന്നങ്ങൾ ഒന്നും കിട്ടാതായതോടുകൂടി ഇവിടെ എത്തി എല്ലാവരും ഒരുപോലെ സർക്കാരിനെയും ഭക്ഷ്യവകുപ്പിനെയും എല്ലാം കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന മേയർക്കെതിരെയും എം എൽ എക്കുമെതിരെയെല്ലാം നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തിയത്. അതോടുകൂടിയാണ് ഇവരുടെ പ്രതിഷേധത്തിൽ വാസ്തവമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ആരായുകയായിരുന്നു. ഈ സാധനങ്ങൾ അടുത്തെങ്ങാനും എത്തിക്കാൻ കഴിയുമോ എന്ന് ഉദ്യോഗസ്ഥരോട് എം എൽ എയും മേയറും ചോദിച്ചു. പക്ഷേ സാധനങ്ങൾ ഇന്ന് എത്തില്ല എന്ന് ഇവർ പറഞ്ഞതോടുകൂടിയാണ് ഈ എം എൽ എയും മേയറും അടക്കം അവിടെ നിന്ന് ഈ ഉദ്ഘാടന ചടങ്ങ് പോലും ബഹിഷ്കരിച്ച് മടങ്ങിയത്. തൊട്ടു പിന്നാലെ തൃശൂർ മേയർ MK വർഗീസ് മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം രൂക്ഷ വിമർശനമാണ് സർക്കാരിനെതിരെ നടത്തിയത്. ഇന്ന് സപ്ലൈകോ ചന്തയിൽ ഉണ്ടായത് വലിയ തെറ്റ് എന്നുള്ളതായിരുന്നു മേയറുടെ പ്രതികരണം. അദ്ദേഹം പറഞ്ഞത് ഈ പാവപ്പെട്ട ആളുകളെ പൊരുവെയിലത്ത് പിടിച്ചു നിർത്തിയിട്ട് ഈ സാധനങ്ങളില്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് കത്തയക്കും എന്ന് പോലും ഈ ഭരണപക്ഷത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഭരണപക്ഷത്തെ പിന്തുണയ്ക്കുന്ന തൃശൂർ മേയർ പോലും പറഞ്ഞു എന്നുള്ളതാണ്. അതോടൊപ്പം പ്രതിപക്ഷ നേതാവും ഇന്ന് രൂക്ഷമായ വിമർശനമാണ് സർക്കാരിനെതിരെ നടത്തിയത്. നവകേരള സദസ്സിൽ 5 സ്റ്റാർ ഭക്ഷണവും പാവപ്പെട്ടവർക്ക് പട്ടിണിയും എന്നതാണ് സർക്കാർ നയം എന്ന് പോലും ഈ പ്രതിപക്ഷ നേതാവും പറയുന്നു. അത്തരത്തിൽ ഒന്നടങ്കം, അതായത് പ്രതിപക്ഷവും ഭരണപക്ഷവും പൊതുജനങ്ങളും ഒരുപോലെ ഈ വിഷയത്തിൽ ഇന്ന് സർക്കാരിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വിജയകുമാർ. യെസ്, ഈ വിഷയത്തിൽ ഭക്ഷ്യമന്ത്രിയുടെ പ്രതികരണം വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്താണ് സർക്കാരിന് പറയാനുള്ളത് എന്നാണ് ഇനി അറിയേണ്ടത്. അടുത്ത മണിക്കൂറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. രജൌരിയിൽ സൈനിക വാഹനത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ ഭാഗമായ PAFF 5 സൈനികരാണ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചത്. കൂടുതൽ ഭീകരർ പ്രദേശത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നാണ് നിഗമനം. വനമേഖലയിൽ അടക്കം തെരച്ചിൽ തുടരുന്നു. രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ഈ ഭീകരർ എത്ര പേര് അവിടെ ഉണ്ട് എന്നത് ഈ ഘട്ടത്തിലും വ്യക്തമായിട്ടില്ല. വ്യോമസേനയും ആ തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. കടുത്ത നടപടിയിലേക്ക് പോയേക്കുമോ സേനാ വിഭാഗങ്ങൾ? ഇത് ഇപ്പോഴീ PAFF ആണ് ഇതിന്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷെ സൈന്യം അത് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. സൈന്യം പറയുന്നത് ഇത് ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു തന്ത്രമാണ്. പ്രാദേശികമായിട്ട് ഭീകരവാദം വലിയ രീതിയിൽ വളരുന്നു എന്ന് കാണിക്കാനായിട്ട് നടത്തുന്ന പ്രചരണമാണ്. ഇത് നുഴഞ്ഞു കയറിയ ഭീകരവാദികളാണ് ഇതിന് പിന്നിലുള്ളത്. ജെയ്ഷെ മുഹമ്മദ് തന്നെയാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള തിരച്ചിൽ ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. വിജയൻ അറിയാവുന്നതുപോലെ ഈ ഒരു മാസത്തിനിടയിൽ 2ാമത്തെ ഭീകരാക്രമണമാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ രജൌരി പൂഞ്ച് മേഖലയിൽ നവംബറിലുണ്ടായ ആക്രമണത്തിൽ 2 ക്യാപ്റ്റന്മാരടക്കം 5 സൈനികരാണ് അവിടെ തന്നെ വീരമൃത്യു വരിച്ചിരുന്നത്. അതിന് തുടർച്ചയെന്ന രീതിയിൽ വലിയ തെരച്ചിലുകളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ ഘട്ടത്തിലും ഈ നുഴഞ്ഞുകയറ്റം ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. ഇത് ഇനി കർശനമായിട്ട് നിയന്ത്രിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. ഈ സാധാരണ ആൾക്കാരുടെ കൂടെയാണ് ഇവർ എത്തി താമസിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇവരെ മറയാക്കുമ്പോൾ സൈന്യത്തിന് വളരെ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതാണ് ഇവർക്ക് ഈ സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. ഏതായാലും ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികളിലേക്കാണ് സൈന്യം ഇപ്പോൾ കടന്നിരിക്കുന്നത്. വനമേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. വ്യോമസേനയുടെ സഹായത്തോടു കൂടിയാണ് ഈ വനമേഖലയിലെ തിരച്ചിൽ പുരോഗമിക്കുന്നത്. വിജയൻ. യെസ്, കൂടുതൽ ഭീകരർ ഈ മേഖലയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന വിവരമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വനമേഖലയിൽ അടക്കം തെരച്ചിൽ തുടരുന്നു. വ്യോമസേനയും ഈ തെരച്ചിലിന് സഹായിക്കുന്നുണ്ട്. രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.